എല്ലാ തരികിടകൾക്കും നമസ്കാരം. കഴിഞ്ഞ തവണ റീയൂണിയൻ കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മുടെ രഞ്ജിത്ത് പറഞ്ഞു ഇനിയും നിൻ്റെ പാചക വീഡിയോകളിലൂടെ കാണാം. അപ്പോൾ ഞാൻ കരുതി ഇന്നിപ്പോൾ നാളെ നോയമ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇന്നൊരു മീൻകറി വെച്ചേക്കാം. എന്നാലും മീൻകറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അങ്കമാലി, കാലടി, എറണാകുളം, തൃശ്ശൂർ അവിടെയൊക്കെ വയ്ക്കുന്ന മീനും മാങ്ങയും കൂടി ഇട്ട് വയ്ക്കുന്ന ഒരു പരിപാടിയാണത്. തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടുള്ളൊരു കറി. നമ്മൾ സാധാരണ ചുമന്ന ചാറ് കറിയല്ല, അത് വേറൊരു വെറൈറ്റിയാണ്. സാധാരണ നമ്മളവിടെ കല്യാണങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടംപോലെ കാണാറുണ്ട്. മീൻ കറി എന്ന് പറഞ്ഞാലും ബേസിക്കലി അതിൽ മാങ്ങ ഉണ്ടാവാറുള്ളൂ അന്നത്തെ കാലത്ത്. ജസ്റ്റ് മീൻ പേരിന് ഉണ്ടാവുള്ളൂ. ഇവിടെ സാധനം അത്യാവശ്യം ടേസ്റ്റുള്ള ഒരു പരിപാടി. അപ്പോൾ അതൊന്ന് പയറ്റാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ച മീൻ. ഇവിടെ അങ്ങനെ നാട്ടിലെ പോലെ അത്ര ഗുണവാൻ മീനൊന്നും കിട്ടാറില്ല. എന്നാലിത് എന്താണ് അതിന് പറയുക, സ്നാപ്പർ എന്ന് പറഞ്ഞിട്ട മീനാണ്. റെഡ് സ്നാപ്പർ ആണെങ്കിൽ അത് ചെമ്പല്ലിയാണ്. ഇത് സാധാരണ ഒരു സ്നാപ്പർ തന്നെ, വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. സോനയുടെ വൈപ്പിൻ ടൈപ്പ് മീനൊന്നും അല്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നൊരു മീനാണ്. പിന്നെ ഇതിന് വളരെ എന്താ പറയുക, കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമ്മുടെ മനോധർമ്മം പോലെ ചെയ്യുക, അത്ര തന്നെ. എനിക്ക് ഇഞ്ചി ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതലെടുത്തു. ഒരു മാങ്ങ ഇത്തിരി ഇതിലിടുമ്പോൾ മാങ്ങ ഇത്തിരി വലുതായിട്ട്, പച്ചമാങ്ങ ഇത്തിരി വലുതായിട്ട് അരിഞ്ഞിടുന്ന ഒരു പരിപാടിയാണ്. ആൻഡ് ഇതൊക്കെ ശരിക്കും ഇത് കാണാൻ പാടില്ല എന്നാണ്. മറ്റേ കല്യാണത്തിനൊക്കെ ആണെങ്കിൽ കോക്കിമാർ നമ്മൾ ഓടിച്ചിട്ടിരിക്കും ഇത് ഈ പച്ചപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ നമുക്ക് വീട്ടിലായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. സവാള ഞാൻ ഒരു 3 ചെറിയ സവാള എടുത്തുള്ളൂ. ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു 2 പൗണ്ട് മീൻ കാണണ്ട, 1.5 പൗണ്ട് മീൻ കാണേണ്ടതായി. അപ്പോൾ അതിനൊരു ഇത്രയും. പിന്നെ ഇത്തിരി ആവശ്യം, നമുക്ക് ഇത്തിരി ചൊറുക്ക ആവശ്യമുണ്ടാവും. ഞാനത് ഇത്തിരി പകർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾ, 1/2 ടീസ്പൂൺ മഞ്ഞൾ. പിന്നെന്താണ്, ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാനെടുത്തത്. പിന്നെ ഈ സാധനമാണ് നമ്മുടെ എന്താ പറയുക, കൊറിയൻഡർ പൗഡർ, മല്ലിപ്പൊടിയാണ് ഇതിൽ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതൊരു എനിക്ക് തോന്നുന്നു ഒരു 4.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. കൂടുതൽ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പിടും. ഇതാണ് സംഭവം. അപ്പോൾ ഇച്ചിരി ഉപ്പിട്ട് നമുക്ക് ഈ സംഭവം കൊണ്ട് മാരിനേഷൻ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഉപ്പൊക്കെ നമുക്ക് നോക്കി എത്ര സ്പൂണൊന്നുമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇതിനെ ഒന്ന് തിരുമാം. പിന്നെ ഇച്ചിരി എണ്ണ ഒഴിച്ചേക്കാം. മാരിനേറ്റ് ചെയ്യാൻ പറ്റിയ സംഭവം. ചൊറുക്ക മീനിൽ ഒഴിച്ചാലും മതി, അതായത് മാരിനേറ്റ് ചെയ്യാൻ ഇത്തിരി ഇതിലായിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ ഇതിലൊഴിക്കാം. കുഴപ്പം പറഞ്ഞല്ല, ഉപ്പ് നോക്കട്ടെ കേട്ടോ. ഉപ്പുണ്ട്, നല്ലൊരു ഇച്ചിരി കൂടി ഇടാം. കാരണം ചൂർക്ക് വെച്ചാരണം പുളിയിൽ ഇപ്പം നിലവിൽ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഉപ്പിട്ട്, പിന്നെ ഞാൻ വെക്കുന്നതിന് മുമ്പ് ഒന്നുകൂടിയൊക്കെ നോക്കും. അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ പ്രോസസ്സ് നമ്പർ 1. അത് ഇതിനകത്തേക്ക് അങ്ങോട്ട് ഇടാം. എന്നിട്ട് നമ്മുടെ മീനിനൊക്കെ ഒന്ന് പുരട്ടി മൺചട്ടിയിൽ, ഈ മീൻ മൺചട്ടിയിൽ വയ്ക്കണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല. നമ്മുടെ മുളക് ചാറ് വയ്ക്കണ പോലെ. എന്നാലും മൺചട്ടിയുള്ള സ്ഥിതിക്ക് ഒരു ചാടക്കി ഇരുന്നോട്ടേ തിരിച്ച് ഞങ്ങൾ വെച്ചെന്നുള്ളൂ. സാധാരണ ഒരു പാത്രത്തിൽ വെച്ചാൽ അതിന് അങ്ങനെ ടേസ്റ്റ് പറയേണ്ട കാര്യമില്ല. പക്ഷെ മറ്റേ മുളക് ചാറ് വയ്ക്കുന്നത് ഒരു മൺചട്ടി വയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫുള്ള് ദമ്മ് വരാം. ഇതിനും ഒരിച്ചിരി മഹത്വമൊക്കെ വരും. അപ്പോൾ അതങ്ങനെ ഇട്ടു. ഇനി ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് എല്ലാം കൂടെ ഒരുമിച്ച് ഇടാന്നുള്ളത് തന്നെയാണ്. മാങ്ങയ്ക്കും മീനിനൊക്കെ ഏകദേശം ഒരേ വേവാണ്. മാങ്ങയ്ക്ക് ചില മാങ്ങകൾക്ക് ഇച്ചിരി വേവ് കൂടും, എന്നാലും ഓൾമോസ്റ്റ് ഒരുമാതിരി വലിയ വേവൊന്നുമില്ല മാങ്ങ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരുമിച്ച് 2 തവണയായിട്ട് വയ്ക്കണം, അങ്ങനെയൊന്നും വരും. അപ്പോൾ ഒരുമിച്ചൊരു തട്ടാം, പണി എളുപ്പമാണ്.
മീനുടയാതൊക്കെ നോക്കണമെന്നാണ് കണക്ക്. നമ്മൾ അത്ര ഒരു പ്രൊഫഷണൽ അല്ലാത്ത കാരണം നമ്മൾ തെരുവ് വിൽക്കാൻ ആളില്ലാത്തത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇഞ്ചി ഇട്ടു, നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളക് ഇട്ടു, മീൻ കറിവേപ്പില ഇട്ടു. അങ്ങനെ ഇതിനെയൊക്കെ ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക എന്നൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. ഇച്ചിരി കൂടി 1/2 മണിക്കൂർ നമുക്ക് ഇതിനെ ഞങ്ങൾ വെച്ചേക്കാം. അപ്പോഴേക്കും ചെറു തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിയിട്ട് സെറ്റപ്പ് ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ റെഡി ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ തേങ്ങ പണ്ടൊക്കെ പിഴിഞ്ഞ് എന്താ പറയുക, ചിരണ്ടി പിഴിയുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ആ പരിപാടിയൊന്നുമില്ല. നമ്മൾ സബ്ജി മണ്ടി പോവും, ഈ മാഗി എന്ന് പറയുന്ന ഒരു കോക്കനട്ട് മിൽക്ക് പൗഡർ കിട്ടും. എന്നിട്ട് ഞാൻ 4 കപ്പാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഏകദേശം അത് മതിയാവേണ്ടതാണ്. അതിലേക്ക് തേഞ്ഞില്ലെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് ഇതിലൊഴിക്കുക, അടുപ്പത്ത് വയ്ക്കുക എന്നുള്ളൊരു പ്രോസസ്സേ ഉള്ളൂ. അതിൽ കൂടുതൽ അതിന് വലിയ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് കണക്കി കൊടുക്കുക. പണ്ട് നാട്ടിലൊക്കെ ആണെങ്കിൽ അമ്മച്ചി പറയായിരുന്നു 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊക്കെ പറഞ്ഞു. 1-ാം പാലിന് തലപ്പാലെന്നും പറയും ചില സ്ഥലത്ത്. ഈ തലപ്പാലൊക്കെ അവസാനം ഒഴിക്കാവും, നേരിയ പാല് ആദ്യം ഒഴിച്ച് വയ്ക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചിയോട് ചോദിച്ചു, അങ്ങനത്തെ പരിപാടിയൊക്കെ ഇപ്പോഴും ഉണ്ടോയെന്ന് ചോദിച്ചിട്ട്, ഒന്നും വേണ്ട, നീ ഒറ്റ അടിക്ക് കഴിച്ചാൽ മതി എന്നാണ്. ഒരു കുഴപ്പമില്ല, അതൊക്കെ പണ്ടത്തെ ജാടകളാണ്. ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരലക്കണ്ട ഇറക്കിയാണ്. അത് മുഴുവനും ഒഴിച്ചങ്ങ് വെച്ചാൽ ഇനിയും അവസാനം കുറച്ച് ഒഴിക്കണം എന്നൊക്കെയുള്ളൊരു തീയറിയൊക്കെ ഉണ്ട്. അതിൻ്റെ പേരിൽ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരാൻ പോണില്ല. നമ്മൾ കീപ്പ് ഇറ്റ് സിമ്പിൾ തിയറിയാണ്, കിസ്. അപ്പം ഇതിപ്പോൾ കാഴ്ചക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ഒരു അതിനനുസരിച്ചിട്ട് ഇത് പിന്നെ വേവാൻ അത്ര നേരമൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാവുന്നൊരു പ്രോസസ്സേ ഉള്ളൂ. അപ്പോൾ ഇൻ കേസ് ഇത് പെട്ടെന്ന് വറ്റിപ്പോയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് പാലൊക്കെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒരു കുഴപ്പം വരേണ്ടതല്ല. തൽക്കാലം ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട്, അവിടെ ഇരുന്ന് വേവട്ടെ. ഓക്കെ, ഇതിപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ല അല്ലേ. ഓക്കെ, ഞങ്ങളൊരു 4-5 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് നിർത്താം. അപ്പോൾ സംഭവം നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഇത് നിർത്താൻ പോവുകയാണ്. കണ്ടിട്ട് വലിയ കുഴപ്പമില്ല. പിന്നെ എടുത്തിട്ട് ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് വെക്കാം. ഞാൻ ചെറുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സവോള ചെറുതായിട്ട് അരിഞ്ഞാലും മതി. ഇതുണ്ടെങ്കിൽ കിട്ടിയൊരു നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് അങ്ങനെയായിരുന്നല്ലോ ചെയ്തത്. ഇച്ചിരി വേപ്പിലയും കൂടി വേണം. ഞാൻ 2 വേപ്പില ശേഷം നമ്മുടെ ഗാർഡനിൽ നിന്ന് വിൻ്റർ ആയപ്പോഴും നമ്മുടെ ചെടികളൊക്കെ നമ്മുടെ ആവശ്യത്തേക്ക് കയറ്റും. അപ്പം അതെനിക്കത് ഇങ്ങനെ അകത്തെടുത്ത് വയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ചെടികൾ. ഓക്കെ, അതായി. അതായത് സോനയുടെ അതേ ഓർക്കിഡൊക്കെ കണ്ടിട്ട് സംഭവം ജാടയാണ്. മുല്ല, ഇത് നമ്മുടെ എന്താ പറയുക, തുളസി, അങ്ങനത്തെ സെറ്റപ്പ്. ഇതൊക്കെ പിന്നെ നിൽക്കണ്ടേ. ഇത് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇത് ഒരെണ്ണം റോസ്മേരിയാണ്, ഇത് മിൻ്റാണ്. അങ്ങനെ പല സെറ്റപ്പുകളും ഉണ്ട്. ഏതായാലും നമുക്ക് അതിന് സമയമില്ല. അടുപ്പത്ത് നമ്മുടെ എണ്ണയിരിക്കണം. ഓക്കെ, അതോടെ ഇരിക്കട്ടെ. സമയത്തിൻ്റെ ഇതൊന്നും ആദ്യം നമ്മളെ ഇതാക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ലുക്ക് അല്ലേ. നമ്മൾ കറി കാച്ചി ഒഴിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടാവും. അപ്പോൾ അതിൻ്റേതായ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ, പിന്നെ ഒരു ചെറിയ ടേസ്റ്റും കൂടി ഉണ്ടാവും.
അതിനങ്ങോട്ട് വെക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം. അപ്പൂസ അപ്പം ഇച്ചിരി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. സാധനം ഇതിനൊക്കെ അല്ല ഈ തേങ്ങാപ്പാൽ വെച്ചുള്ള കറി ഇഷ്ടമാണ്. സാധനം എങ്ങനെയുണ്ടെന്ന് അടിച്ചു നോക്ക്. എനിക്ക് മോശം വരേണ്ടതല്ല. ചൂടുണ്ടാ ചൂടുണ്ടേ സൂക്ഷിച്ച് കഴിച്ചു നോക്ക്. ഉപ്പും ഇതൊക്കെ ഉണ്ടാ ഇഷ്ടായി?